എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് സപ്ലൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. മോസ്റ്റ്ലി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഷൂ ബോക്സ്, കേക്കിൻ്റെ ബോർഡ്, കാർഡ് ബോർഡ് റോൾ, അതുപോലെ പ്രിങ്കിൾസിൻ്റെ ബോക്സ്, അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഷൂ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം അതിൻ്റെ ലിഡ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഇതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ട്രയാങ്കിൾ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ബേസ് മാത്രം കട്ട് ചെയ്യാൻ പാടില്ല. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഇതേപോലെ സ്പേസ് ഉള്ള ഒരു ബോക്സ് റെഡിയാവും. ഇനി നമ്മൾ ആ മിഡിൽ മടക്കിയ പോർഷനിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ലിഡില്ലേ, അതൊന്ന് പകുതി മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിന് ഇഷ്ടമുള്ള ഒരു കളർ പേപ്പർ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. ഞാനിപ്പോൾ പിങ്ക് കളർ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ സൈഡ് പോർഷനിൽ ബ്രൗൺ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും കൂടെ ബ്രൗൺ പേപ്പർ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ബ്രൗണിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ ബ്രൗൺ സ്കെച്ച് പെൻ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രൗൺ ഇതേപോലെ പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പിങ്കിൻ്റെ മേലെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ രണ്ട് കണ്ണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഐസ്ക്രീം തീമിലുള്ള ഒരു ബുക്ക് ഓർഗനൈസറാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി കളർ പേപ്പറിന് കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്ക് ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അടുത്തത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് സ്റ്റിക്കി നോട്ട്സ്. അപ്പോൾ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക. ഏകദേശം ഒരു സ്ക്വയർ പീസ് വരുന്ന രീതിയിൽ നമ്മൾ ഈ നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കുന്ന അത്രയും സൈസിലാണ് മടക്കുന്നത്. എന്നിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ മാർക്കർ വെച്ചിട്ടൊരു ബോർഡർ വരച്ചു കൊടുക്കുക. അതിനുശേഷം അത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ പലതരം ഡിസൈൻസ് ഞാൻ ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. മാർക്കർ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ഓൾറെഡി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓരോന്നിൻ്റെയും സിംഗിൾ വീഡിയോസ് കാണാൻ പറ്റും. ഇനി ഇതേ കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കേക്കിൻ്റെ ബോക്സിൻ്റെ ഒരു പീസാണ് എടുക്കുന്നത്. അതിലും കൂടെ ഇതേപോലെ ഒരു ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റിക്കി നോട്ട്സ് എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് വെച്ച് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡിസൈൻ പേപ്പേഴ്സിനെ സ്റ്റിക്കി നോട്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇതുപോലെ അതിൻ്റെ ഒരു എഡ്ജിലായിട്ട് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ പകുതി സെല്ലോ ടേപ്പ് പുറത്തേക്ക് വരുന്ന രീതിയിലും പകുതി ആ പേപ്പറിൻ്റെ മേലെ വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിനെ ഓരോ പീസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ ഏറ്റവും ഈസി ആയിട്ട് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഐഡിയ ആണ് ഇത്. അപ്പോൾ ഇനി ഇതിനെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ സെല്ലോ ടേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനും ഒട്ടിക്കാനും എളുപ്പമാണ്. ഇനി ഈ ഓരോ സെറ്റും ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ കാർഡ്ബോർഡിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് റെഡിയാവും.
അടുത്തത് നമുക്ക് ഇതുപോലത്തെ ഒരു അക്രിലിക് പെൻ ഹോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ OHP ഷീറ്റ് വെച്ചിട്ടല്ല ഇത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചാനലിലെല്ലാം റീയൂസ് ഐഡിയാസാണ്. അപ്പോൾ OHP ഷീറ്റിന് പകരം നമ്മൾ ഇവിടെ ടോയ്സിൻ്റെ ബോക്സിൽ, കുട്ടികളുടെ ടോയ്സിൻ്റെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഗ്ലാസ് ഷീറ്റ് ഉണ്ടാവും. അതായത് ഉള്ളിലുള്ള ടോയ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോക്സിൽ നിന്ന് ഒരു ഷീറ്റാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനെ പകുതിക്ക് മടക്കിയിട്ട് 2 പീസാക്കി എടുക്കുക. അതായത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വെക്കാൻ വേണം. ഇനി പിൻട്രസ്റ്റിൽ നിന്ന് ഇതേപോലത്തെ ഒരു ഡിസൈൻ ചൂസ് ചെയ്തിട്ട് അതൊന്ന് ഇതിൻ്റെ മേലേക്ക് വരയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പറിൻ്റെ മേലെ ഈ ഒരു ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് ഷീറ്റിൻ്റെ മേലേക്ക് വരയ്ക്കുക. ഞാനിപ്പം അക്രിലിക് പെയിൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് വരച്ചെടുത്താലും മതി. ഇനി ഇത് ആ പിക്ചറിലുള്ള പോലെ ഒന്ന് കളർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ പോർഷൻ, ഫ്രണ്ട് പോർഷൻ മാത്രമേ ഞാനിപ്പം വരച്ച് കളർ ചെയ്യുന്നുള്ളൂ. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. ഇനി ആ ഗ്ലാസ് ഷീറ്റ് ആ തലയുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്കിൽ വെക്കാനുള്ള ഷീറ്റും അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാനൊരു, അതായത് പെന്നൊക്കെ ഇട്ട് വെക്കാനൊരു സ്ഥലം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ താഴത്തെ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതൊന്ന് 2 സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ള അക്രിലിക് പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേസ്റ്റിൻ്റെ ബോക്സും പിന്നെ സോപ്പിൻ്റെ ബോക്സുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ച് വലിപ്പമുള്ള പേസ്റ്റിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാന്നുണ്ടെങ്കിൽ വല്ല ക്രീമിൻ്റെ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതൊന്ന് പകുതിക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചിരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്ന ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് എന്തൊക്കെയാണെന്നും അതേത് ഓർഡറിലാണെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരു ലക്കി വിന്നറിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. 2 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് വിന്നറിനെ ചൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും കാണുന്നവർ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പേസ്റ്റിൻ്റെ ബോക്സിൻ്റെ സൈഡ് ഇതേപോലെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഓർഗനൈസർ കിട്ടും. ഇനി നമ്മളൊരു സോപ്പിൻ്റെ പെട്ടി എടുത്തിട്ട് അതിനെ ഒന്ന് പകുതിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 പീസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതിനെ മൊത്തം കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഈ സോപ്പ് ബോക്സിൻ്റെ 2 പീസും കൂടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇത് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം കുറച്ച് ഹാർട്ട് ഷേപ്സും കൂടെ അവിടെ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു മിനി ഡെസ്ക് ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മിനി ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്തത് നമ്മളൊരു വെറൈറ്റി മെമ്മോ പാഡാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു A4 പേപ്പർ എടുത്തിട്ട് ഇതേപോലെ 4 നീളത്തിൽ മടക്കി കൊടുക്കുക. ഇനി ആ ഓരോ പീസും കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ എല്ലാറ്റിനും ഒരു ബോർഡർ പോലെ ഒന്ന് മാർക്കർ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഈ മടക്കിൻ്റെ പോർഷനിലൊക്കെ കോമ്പസ് വെച്ചിട്ട് അല്ലെ സേഫ്റ്റി പെന്ന് വെച്ചിട്ട് ഇതേപോലെ കുഞ്ഞി കുഞ്ഞി ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. കീറി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഓരോ സ്ട്രിപ്പും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നീളത്തിലുള്ള ഒരു സ്ട്രിപ്പ് കിട്ടും. ഇനി ഒരു കാർഡ്ബോർഡിൻ്റെ റോൾ എടുക്കുക, അതായത് ടിഷ്യൂ കഴിഞ്ഞ റോൾ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഈ പേപ്പറിൻ്റെ അളവിൽ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഈ ടിഷ്യൂ റോളിലേക്ക് ഇതേപോലെ ഈ പേപ്പർ സ്ട്രിപ്പ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് അതിനൊന്ന് കളർ ചെയ്തിട്ട് ടിഷ്യൂ റോളിലേക്ക് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഈ പേപ്പറിനൊരു സ്റ്റോപ്പർ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു വൂളൻ ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് മേലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ വെറൈറ്റി ആയിട്ടുള്ളൊരു മെമ്മോ പാഡ് റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തത് നമ്മളൊരു ടൈം ടേബിളാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പീസ് വേണം. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ ഇതേപോലത്തെ ബാക്കിൽ ഇങ്ങനെ കാർഡ്ബോർഡ് ഉണ്ടാവും, അതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കാർഡ്ബോർഡിൽ നിന്ന് A4 പേപ്പറിൻ്റെ സൈസ് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതിൻ്റെ മേലെ ഒരു കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പഴയ ഏതെങ്കിലും ബുക്കിൻ്റെ ബാക്കിൽ നിന്ന് ഇതേപോലെ ടൈം ടേബിളിന് എഴുതിയ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വാട്ടർമെലൺ തീമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് വാട്ടർമെലണിൻ്റെ പിക്ചേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടൈം ടേബിൾ മൊത്തം വൈറ്റായി കിടക്കുന്നതുകൊണ്ട് ഈ വാട്ടർമെലണിൻ്റെ കളേഴ്സ് വെച്ചിട്ട് തന്നെ അവിടെ ഇവിടെ ആയിട്ട് ഷെയ്ഡിങ്ങും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളംസും റോസും ഒക്കെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കാർഡ്ബോർഡിൽ ഓൾറെഡി ഒരു ഹോൾ ഉണ്ട് നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തുകൊണ്ട് അതൊന്ന് കവറായിട്ടുണ്ട്. അത് ജസ്റ്റ് പെന്ന് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടൈം ടേബിൾ എഴുതി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കേക്കിൻ്റെ ബോർഡും അതുപോലെ ഫോം ഷീറ്റും ആണ് വേണ്ടത്. ഇനിയിപ്പോൾ ഫോം ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ തെർമോകോൾ എടുത്താലും മതി. നമ്മൾ എന്തെങ്കിലും ഗ്ലാസിൻ്റെ ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോൾ കവർ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ ഒരു ഫോം ഷീറ്റ്. ഇതെടുത്തിട്ട് ആ കേക്ക് ബോർഡിൻ്റെ അളവിൽ സർക്കിൾ ഷേപ്സ് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് തിന്നായതുകൊണ്ട് ഞാൻ 3 പീസ് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കേക്ക് ബോർഡിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 പീസും ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം ഒരു പഴയ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഈ ഫോം വെച്ച ആ സൈഡിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. എക്സ്ട്രാ വരുന്ന പീസൊക്കെ ബാക്കിലേക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടും കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മളുടെ പിൻ ബോർഡ് റെഡി ആയിട്ടുണ്ട്. പിൻ ബോർഡ് നോട്ടീസ് ബോർഡോ എന്ന് പറയാം. അപ്പോൾ ഇതിൽ സ്റ്റിക്കി നോട്ട്സും വെക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇതേപോലത്തെ പുഷ് പിൻസ് ഇല്ലേ, അത് വെച്ചിട്ടും നമുക്ക് നോട്ട്സ് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വാളിലൊക്കെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഒരു പിൻ ബോർഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഒരു പെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഫുൾ മഷിയുള്ള റീഫിലാണ് വേണ്ടത്. പിന്നെ നമ്മളുടെ പഴയ ബുക്കിലത്തെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മാർജിനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ റീഫിലിൻ്റെ അളവിൽ ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഈ ലൈൻസിൻ്റെ മേലെ കൂടെ ഒരു പീച്ച് കളർ ഹൈലൈറ്റർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്ലിപ്പ് മിസ്സായി പോയതാണ്. ഇനി ഇതിൻ്റെ ഒരു എഡ്ജിൽ ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ റീഫിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പേപ്പറിൻ്റെ ഏറ്റവും ലാസ്റ്റ് അറ്റത്തും കൂടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതൊന്ന് സെക്യൂർ ചെയ്യുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഗ്രിഡ് ലൈൻസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ മാർജിൻ കട്ട് ചെയ്ത പീസിലും കൂടെ ഇതേ ഡിസൈൻ വരച്ചിട്ട് അതൊന്ന് ക്യാപ്പാക്കിയിട്ട് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കവായ് സ്റ്റിക്കേഴ്സും കൂടെ അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിലും ഈ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ കുഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ത്രെഡ് എടുത്തിട്ട് ആ ഒരു ത്രെഡ് ഇതിൽ കൂടെ പാസ് ചെയ്തിട്ട് ഈ പെന്നിൻ്റെ ക്യാപ്പിൻ്റെ മേലേക്ക് ഇതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ പെന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളൊരു മിനി നോട്ട്ബുക്കാണ്. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലാതെ ഒരു ബാഗ് പെൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു പിക്ചർ വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കുഞ്ഞി പൂച്ചക്കുട്ടിയുടെ പിക്ചറാണ് വരയ്ക്കുന്നത്. അത് വരച്ച് കളർ ചെയ്തതിന് ശേഷം ഒരു കാർഡ്ബോർഡിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ രണ്ട് സൈഡിലും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക, വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട്. അതിനെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇനി ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോങ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. ബാക്ക് പെന്നും റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള പിക്ചേഴ്സ് വെച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. ഇനി ലാസ്റ്റത്തെ ബാക്ക് ടു സ്കൂൾ സപ്ലൈ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രിങ്കിൾസിൻ്റെ ബോക്സിനെ കൊണ്ട് ഒരു പെൻസിൽ ബോക്സാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബോക്സിന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പുണ്ടാവില്ലേ, അതെടുത്ത് മാറ്റുക. അതുപോലെ ഇതിൻ്റെ ബേസും കൂടെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഈ ബോക്സിനെ രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇനി ഈ സർക്കിളിൻ്റെ അളവിൽ 2 കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുക്കണം. അതിനെയും ഹാഫ് ആക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ സിലിണ്ടറിൻ്റെയും ബേസിന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ 2 പീസസും മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും. ഇനി ഇതേ അളവിലുള്ള 2 കാർഡ്ബോർഡ് സ്ട്രിപ്പും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഈ ഒരു സിലിണ്ടറിലേക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു കളർ പേപ്പർ വെച്ചിട്ട് ഇതിൽ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫ്രോസൺ തീമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിങ്കും ബ്ലൂവും വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. ഗ്ലിറ്റർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രോസൻ്റെ പിക്ചേഴ്സും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു വൈറ്റ് ബോർഡ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പിങ്കിൻ്റെ മേലെ നമ്മൾ സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാട്ടർ പ്രൂഫ് ആവും. നമുക്ക് എഴുതിയിട്ട് മായ്ക്കാൻ പറ്റും. ഒരു വൈറ്റ് ബോർഡ് പോലെ റെഡിയാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പാർട്ടീഷൻസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പെൻസിൽ ബോക്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെൽക്രോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സൈഡിലും വെൽക്രോ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പെൻസിൽ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, വീഡിയോ ഫുള്ളായിട്ട് കാണുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ഏത് ഓർഡറിലാണെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.